ബി.ജെ.പി തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പ് ആരോപണത്തിൽ മുൻ സംസ്ഥാന സെക്രട്ടറി അഞ്ജനയെ വിളിച്ചുവരുത്തി സംസ്ഥാന അധ്യക്ഷൻ മുൻ ഓഫീസ് സെക്രട്ടറി ഗിരീഷും സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ എത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം. വി അരുൺ വിവരങ്ങളുമായി ചേരും. അരുണ, ഇന്നലെ യോഗത്തിൽ വലിയ വിമർശനം പരസ്പരം ഉണ്ടായിരുന്നു. കാര്യങ്ങൾ അധ്യക്ഷൻ നിഷേധിച്ചുവെങ്കിൽ പോലും കൃത്യമായ തരത്തിലുള്ള മുന്നറിയിപ്പ് ബി.ജെ.പി നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായി. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം എന്തൊക്കെയാണ്? ബി.ജെ.പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ഇപ്പോൾ അഞ്ജനയും അതുപോലെ തന്നെ മുൻ ഓഫീസ് സെക്രട്ടറി ഗിരീഷനും ഉൾപ്പെടെയുള്ളവരുണ്ട്. അവരെ സംസ്ഥാന അധ്യക്ഷൻ ഇവിടേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. ഇന്നലെ കോർ കമ്മിറ്റി യോഗത്തിൽ രൂക്ഷ വിമർശനം ഈ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് സംസ്ഥാന അധ്യക്ഷൻ നടപടികളിലേക്ക് കടക്കുന്നത്. നേരത്തെ അഞ്ജനയെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് മാറ്റി നിർത്തിയിരുന്നു. നേതൃത്വം അത് പരസ്യമായി പറയാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇന്നലെ മുരളീധര പക്ഷം ബി.ജെ.പി കോർ കമ്മിറ്റിയിൽ അതിരൂക്ഷ വിമർശനമാണ് ഇതിനെതിരെ ഉന്നയിച്ചത്. സ്റ്റേറ്റ് ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്ന ഫണ്ട് തട്ടിപ്പ് നേതൃത്വത്തിന് ഒഴിഞ്ഞുമാറാൻ ആകില്ല. തട്ടിപ്പ് നടത്തിയവർ നിയമിച്ചത് സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറിയാണ്. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സുരേഷിനെ മാറ്റിയേ മതിയാകൂവെന്ന് ഇന്നലെ വി മുരളീധരൻ കോർ കമ്മിറ്റി യോഗത്തിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സോമനെതിരെയും രൂക്ഷ വിമർശനം ഉയർന്നു. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ക്രമക്കേടിനെതിരെ ഔദ്യോഗികമായി പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല എന്ന് ശ്രീലേഖയും പറഞ്ഞു. മണ്ഡലം ചുമതല വഹിച്ച സോമനെതിരെ വ്യക്തമായ തെളിവുണ്ടായിട്ടും പാർട്ടി സംരക്ഷിക്കുന്നത് ലജ്ജാകരമാണെന്ന അഭിപ്രായവും ശ്രീലേഖയുടെ ഭാഗത്ത് നിന്ന് അടക്കം ഉണ്ടായതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. കുറ്റക്കാർക്ക് നടപടിയെടുത്തില്ലെങ്കിൽ പാർട്ടിയുടെ വിശ്വാസം ഇല്ലാതാകുമെന്ന് ബി ഗോപാലകൃഷ്ണൻ യോഗത്തിൽ ആഞ്ഞടിച്ചു. തൃശൂർ ഓഫീസിൽ നിന്നും കോടികൾ മാറ്റിയത് എങ്ങോട്ടെന്ന് അറിയണമെന്ന് ബി ഗോപാലകൃഷ്ണൻ യോഗത്തിൽ ആവശ്യപ്പെട്ടു. ഇൻകം ടാക്സ് റെയ്ഡിന്റെ പേരിൽ ഫണ്ട് മാറ്റാൻ സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകിയിരുന്നു എന്നുമാണ് ചോദ്യമുണ്ടായത്. പാർട്ടിയുടെ പണം നഷ്ടമായെങ്കിൽ അത് തിരിച്ചു പിടിക്കണമെന്നും ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. പരിഭവമായി നേരത്തെ സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ പറഞ്ഞ അതേ നിലപാട് ഇന്നലെയും സോമൻ കോർ കമ്മിറ്റി യോഗത്തിലും സ്വീകരിച്ചു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇത്തരം ആരോപണം ഉണ്ടായപ്പോൾ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ എല്ലാവരും രംഗത്തിറങ്ങി. എന്നാൽ ഇത്തവണ പാർട്ടി ഞങ്ങളെ പ്രതിരോധിച്ചില്ല, രാഷ്ട്രീയ എതിരാളികൾക്ക് എറിഞ്ഞുകൊടുത്തു എന്നായിരുന്നു സോമന്റെ പരിഭവം പറച്ചിൽ. എന്നാൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കടുത്ത ഭാഷയിൽ മറുപടി നൽകി. ഇത്തവണ നിങ്ങളെല്ലാം കൂടി പാർട്ടിയെ പ്രതിരോധത്തിലാക്കി, ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ തന്നെ ഇന്നലെ യോഗത്തിൽ വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരമൊരു നീക്കം ഇപ്പോൾ സംസ്ഥാന നേതൃത്വം നടത്തുന്നത്. വലിയ രീതിയിലുള്ള ഫണ്ട് തട്ടിപ്പുണ്ടായ തെളിവുകൾ സഹിത വാർത്ത വന്നപ്പോൾ അന്ന് അത് തള്ളിക്കളയുകയായിരുന്നു സംസ്ഥാന നേതൃത്വം ചെയ്തത്. പക്ഷേ കോർ കമ്മിറ്റി യോഗത്തിൽ കൂടി നിലപാട് ശക്തമായി മുരളീധര പക്ഷം ഉന്നയിച്ചതോടുകൂടി മറ്റു വഴികളില്ലാതെ ബി.ജെ.പി നടപടികളിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ഈ രണ്ട് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന അഞ്ജനയും അതുപോലെ തന്നെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന ഗിരീഷനെയും ഇവിടെ വിളിച്ചു വരുത്തുന്നു. സംസ്ഥാന അധ്യക്ഷന്റെ മുറിയിൽ 3ാമത്തെ ഫ്ലോറിലാണ് ഇവരുടെ കൈവിൽ നിന്ന് കാര്യങ്ങൾ ശേഖരിക്കുന്നത്. നമുക്ക് ഇവിടെ ലഭിക്കുന്ന വിവരമനുസരിച്ച് ആ ഫ്ലോറിലെ CCTV അടക്കം ഓഫ് ചെയ്തുകൊണ്ടാണ് ഇത്തരമൊരു മൊഴിയെടുപ്പ് ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത്. രഞ്ജിത്ത്, ശരി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.